ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര ഇനി ജീവിതത്തിൽ പോരാട്ടത്തിനായിട്ട് ഇറങ്ങുകയാണ്. ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ താൻ വെച്ച സത്യങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ സത്യങ്ങൾക്ക് മുന്നിൽ പടപൊരുതാൻ തന്നെയാണ് നമ്മുടെ സുമിത്ര തീരുമാനിച്ചിരിക്കുന്നത്. പാവം പൂജയെ ചതിച്ചുകൊണ്ട് പൂജയുടെ ജോലി വരെ നഷ്ടപ്പെടുത്തി കളയുന്നു. പൂജയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. ഈ സമയത്താണ് പൂജയുടെ ആ ഒരു സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് പൂജയുടെ കയ്യിൽ നിന്നും ക്യാഷൊക്കെ കാണാതായെന്നും പൂജ ക്യാഷ് മാറ്റിയെന്നൊക്കെയുള്ള ആരോപണങ്ങളുമായിട്ട് ആ മുതിർന്നയാളങ്ങ് വരുന്നത്. അതും ഈ പറയുന്ന പങ്കജിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് എണ്ണി മേടിച്ചിട്ട് അങ്ങനെ വന്ന് നമ്മുടെ പൂജയെ ഒരു കള്ളിയാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ പൂജയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. പൂജ ആവുന്നത്ര പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാർ, ഞാനായിട്ടൊന്നും എടുത്തിട്ടില്ല, ഇന്നതാണ് സംഭവിച്ചത്. അയാൾക്കതൊന്നും അംഗീകരിക്കാനോ കേൾക്കാനോ ഉള്ള മനസ്സില്ല. താനാണ് എനിക്ക് ഉത്തരം തരേണ്ടത്, തൻ്റെ കയ്യിലാണ് എല്ലാം വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ കള്ളത്തരങ്ങളും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളെ ഇനി ഇവിടെ സ്റ്റാഫായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൂജയോട് ഇയാളിങ്ങനെ സംസാരിക്കുന്നു. അതും അവിടെ ഉണ്ടായിരുന്ന ആ ആൾക്കാരുടെ എല്ലാം മുന്നിൽ വെച്ച് വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവിടെ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂജയെ അറിയാവുന്നതും അതുപോലെ പൂജയോട് കമ്പനി ആയിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ കേട്ടപ്പോൾ ആകെ വിഷമമായി. പക്ഷേ പൂജയെ അവിടെ നിർത്താൻ അയാൾ തയ്യാറാകുന്നതേ ഇല്ല. പൂജ ആകുന്നത്ര പറഞ്ഞു, സാർ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് അയാൾ തയ്യാറായില്ല. ഇത് താൻ തീരുമാനിക്കുന്നത് പോലെ നടക്കൂ എന്നും പറഞ്ഞ് അയാൾ പൂജയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. പൂജയുടെ ജോലിയും കളഞ്ഞു. അങ്ങനെ കരഞ്ഞു വിളിച്ച് നമ്മുടെ പൂജ വീട്ടിലേക്ക് വരിക. അപ്പോൾ പൂജ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താ പൂജ വീട്ടിലേക്ക് വന്നേന്ന് ഓർത്തു സുമിത്ര. എന്നിട്ട് വേഗം മകൾക്കരികിലേക്ക് ചെന്നു. കരഞ്ഞു വിളിച്ചു ആകെ സങ്കടപ്പെട്ടാ പൂജ വരുന്നേ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ എൻ്റെ മോൾക്ക് പറ്റിയെന്ന് ചോദിച്ചു. പൂജ അന്നേരത്തേക്കും സുമിത്രയെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് വിളിച്ചൊരൊറ്റ കരച്ചിൽ. എന്താ മോൾക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ലൈബ്രറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പൂജ ഇങ്ങനെ പറയുക. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇതിനു മുന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിറ്റേ ദിവസം ക്ലോസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ക്യാഷ് ബുക്കൊന്നും കാണാതെ പോയമ്മേ, ആരോ എന്നെ ചതിച്ചതാമ്മേ, എനിക്കറിയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയണം. അപ്പോഴേക്കും അപ്പുവും അതുപോലെ ദീപുവും ചിത്രയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവരും വന്നിങ്ങനെ ഇത് കേട്ടുകൊണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. പൂജയെ സമാധാനിപ്പിച്ചുകൊണ്ട്, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, അങ്ങനെ ഒന്നും ഇല്ലെന്നേ, മോള് വിഷമിക്കേണ്ടെന്നൊരു 1000 വട്ടം ഇവർ പറയുന്നുണ്ട്. പക്ഷേ പൂജയ്ക്ക് ആ സങ്കടം താങ്ങാൻ പറ്റുന്നില്ല. കാരണം പൂജയെ കള്ളിയാക്കിയിരിക്കുക. പൂജ ക്യാഷ് കട്ടെടുത്ത ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ സമാധാനം ഇല്ലാതെ നിന്ന് കരയുന്ന നമ്മുടെ പൂജയെ പല രീതിയിൽ ഇവർ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയ്ക്ക് കുറച്ചുകൂടി ദേഷ്യവും കലിപ്പും കാര്യങ്ങളും ഒക്കെ ആയി. കാരണം ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സുമിത്രയ്ക്കൊരു സംശയം. ഇത്രയും കാലമായിട്ട് മകളുടെ ലൈഫിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ സുമിത്രയെ കൊണ്ട് കഴിയില്ല. മാത്രമല്ല സുമിത്ര ഇപ്പോൾ ഓരോരോ സത്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ സുമിത്രയ്ക്ക് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞ് പങ്കജ് നേരെ വീട്ടിലേക്ക് ചെന്ന് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക. സന്തോഷത്തോടെ ഇരിക്കുന്ന മകൻ്റെ അരികിലേക്ക് രഞ്ജിതയും ഭർത്താവും ചെന്നു. ഇന്ന് എന്തു പറ്റി, ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാൻ നല്ല സന്തോഷത്തിലാണ്, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം നടന്ന ദിവസമാണെന്ന് പറഞ്ഞു. അതെന്താടാ നിൻ്റെ ജീവിതത്തിൽ ഞങ്ങളറിയാത്തൊരു സന്തോഷം? ഇപ്പം എല്ലാ സന്തോഷങ്ങളും നിങ്ങളോട് പറയാൻ പറ്റുമോ പങ്കജ് ചോദിച്ചപ്പം അവന് പുതിയ ഏതെങ്കിലും ബ്രാൻഡ് കിട്ടിക്കാണും, അതിൻ്റെ സന്തോഷമായിരിക്കുമെന്ന് അരവിന്ദൻ പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ ഡാഡിക്ക് പുതിയ ബ്രാൻഡുകളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയാണോ എന്നും ചോദിച്ച് മകൻ അച്ഛൻ്റെ തലയ്ക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം എന്നും പറഞ്ഞൊന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണേ. അപ്പോഴേക്കും അമ്മയുടെ പൊന്നുമോൻ പറ, എന്താ മോൻ ഇത്ര സന്തോഷമായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പം ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പം ഞാൻ പൂജയുടെ ജോലി തെറിപ്പിച്ചെന്ന് പറഞ്ഞു. പൂജയുടെ ജോലി തെറിപ്പിക്കേ? എങ്ങനെ? അതൊക്കെ ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ജോലിയുള്ളതിൻ്റെ പേരിൽ അവൾ അഹങ്കരിക്കില്ല. ഇത്രയും നാളും ആ ഒരു ജോലിയുടെ പേരിലായിരുന്നല്ലോ അവൾ അഹങ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി പൂജയെന്ന് പറയുന്ന ജോലിക്കാരി വെറും ബിഗ് സീറോ. അതുകൊണ്ട് തന്നെ അവൾക്കിനി എൻ്റെ മുന്നിൽ ആളാകാനും പറ്റില്ല. ഇനി വെറും വട്ടപൂജ്യമായി നിൽക്കുന്ന അവളെ ഞാൻ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാവോ ആ രീതിയിലെല്ലാം ഉപദ്രവിക്കും.
എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് അവളെ ഞാൻ ചവിട്ടി അരയ്ക്കും. എന്നോട് അവൾ ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ പ്രതികാരം ഞാൻ അങ്ങനെയാണ് വീട്ടാൻ പോണതെന്നും പറഞ്ഞ് ഈ പങ്കജ് ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, മോനെ പങ്കജേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോണോ? അതൊക്കെ പിന്നീട് പ്രശ്നമാവില്ലേന്ന് ചോദിച്ചു അച്ഛൻ. ഡാഡി ഒന്ന് ചുമ്മാതിരുന്നേ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് വേറെ ആരും എന്നെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അതെനിക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞു മകൻ അമ്മയോടും അച്ഛനോടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ, എൻ്റെ അരവിന്ദ് ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കാവൊന്ന്, അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ, അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടാകും. അതെ 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 ഭയങ്കര ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാൾ അവിടെ നിൽക്കുന്നു. എന്തായാലും മകന് സപ്പോർട്ടും പിടിച്ച്, മകന് കൊടയും പിടിച്ച് രഞ്ജിത ഇങ്ങനെ നിൽക്കുക. നാളെ രഞ്ജിതയുടെ കഴുത്ത് എടുക്കുന്ന പരിപാടികളായിരിക്കും മിക്കവാറും പങ്കജ് എന്ന് പറയുന്ന സൽപുത്രൻ ചെയ്യാൻ പോകുന്നത്. അന്നേരമേ ഇതിൻ്റെ ദുഃഖം എന്താണെന്നും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഈ രഞ്ജിത തിരിച്ചറിയുകയുള്ളൂ. അപ്പോൾ പൂജയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതോടുകൂടി നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് ഇങ്ങ് തീരുമാനം എടുക്കുന്നു, ഇനി രോഹിത്തിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ രോഹിത്തിൻ്റെ വീട്ടിൽ താമസം ആക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഇവരല്ലേ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങളെ പറ്റി സുമിത്ര തീരുമാനിച്ചു. എന്നിട്ട് രാവിലെ തന്നെ സുമിത്ര കെട്ടും കിടക്കയായിട്ട് ഇറങ്ങുക. അപ്പോൾ പൂജ ഇങ്ങനെ അവിടെ നിന്ന് ചോദിച്ചു, അമ്മേ അപ്പോൾ എല്ലാവരുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാണ് അമ്മയെ പോണേന്ന്. അപ്പോൾ നമുക്ക് അവകാശപ്പെട്ട വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, നമുക്ക് അവകാശപ്പെട്ട വീടോ? അതേതമ്മേ? നമുക്ക് അവകാശപ്പെട്ട വീട് ഏതാ മോളെ? നിൻ്റെ അച്ഛൻ്റെ വീട്. അവിടെയല്ലേ നമ്മൾ താമസിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുക. നീ ബാഗൊക്കെ എടുക്കാൻ പറഞ്ഞു. അമ്മേ, നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാൽ നമുക്കവിടെ സ്ഥാനമില്ല അമ്മേ, നമ്മളെ അവരവിടെ കയറ്റില്ല അമ്മേ, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ആ വീട്ടിൽ നിനക്കില്ലാത്ത സ്ഥാനമൊന്നും മറ്റാർക്കും ഉണ്ടാകില്ല മോളെ. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ പൂജ പറഞ്ഞു, ഞാൻ വരില്ലമ്മേ, കാരണം അവിടെ ആ രഞ്ജിതാൻ്റിയൊക്കെയാണ് താമസിക്കുന്നത്. അതുമാത്രമല്ല, ആ പങ്കജ് എന്ന് പറയുന്നവനും അവിടെയുണ്ട്. അവൻ്റെ ഒന്നും അരികിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, അവിടെ ആര് വേണമെങ്കിലും താമസിച്ചോട്ടെ, ഈ അമ്മയല്ലേ എൻ്റെ മോളോടൊപ്പം ഉള്ളത്, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാലും തനിക്ക് പേടിയാണെന്നുള്ള കാര്യം മകൾ അമ്മയോട് തറപ്പിച്ച് പറഞ്ഞു. താൻ വരില്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും ദീപുവും ചിത്രയും അപ്പുവും ഒക്കെ കൂടെ പറഞ്ഞു, അങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത് ചേച്ചി, അങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്നത് ശരിയല്ല. കാരണം അവിടെ ഉള്ളവർ എന്തിനും മടിക്കില്ലാത്തവരാണെന്നുള്ള കാര്യം പറയുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ചേച്ചി തീരുമാനങ്ങൾ എടുക്കാനെന്നും ആലോചിച്ച് വേണം ചേച്ചി തീരുമാനങ്ങൾ എടുക്കാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് ഒന്നുമല്ലാതെ ഇങ്ങനെ ഇവിടെ ഈ നിങ്ങളുടെ ഈ ഒരു ഇതിൽ ജീവിക്കുന്നതിൻ്റെ യാതൊരു അർത്ഥവും ഇല്ല എന്ന് സുമിത്ര പറയുമ്പോൾ, ചേച്ചിക്ക് ഞങ്ങൾ അന്യരാണോ? ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ചേച്ചിക്ക് രോഹിത്തേട്ടൻ്റെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് ഉണ്ടെങ്കിൽ താമസിക്കാം, പക്ഷേ അവർ ആ വീട്ടിൽ നിന്നും പോയതിന് ശേഷം മാത്രം. അല്ലാതെ പൂജയുമായിട്ട് ആ വീട്ടിൽ പോയി താമസിക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞു. പൂജയുടെ ഭാവിയെ അത് ബാധിക്കുമെന്നും, കാരണം അത്രത്തോളം വ്യക്തിത്വം ഇല്ലാത്ത ഒരുത്തനാണ് അവരുടെ മകനെന്നും അവൻ അവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ പൂജ അവിടെ സുരക്ഷിതയല്ലെന്നുള്ള കാര്യങ്ങളും പറയുക. അപ്പോൾ സുമിത്രയോട് കുറേ ഇങ്ങനെ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയുടെ മനസ്സ് പകുതിയൊന്ന് മാറി. എന്നാൽ പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് സുമിത്ര ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ സുമിത്രയാണെങ്കിലും റൂമിൽ പോയിന്ന് ഭയങ്കര കരച്ചിലാണ്. ഇവരുടെ മുന്നിൽ ബോൾഡായിട്ട് നിന്നു, പക്ഷേ റൂമിൽ പോയി ഭയങ്കര കരച്ചിൽ. കാരണം വേറൊന്നുമല്ല, തൻ്റെ മകളെ പോലും ഇപ്പോൾ സംരക്ഷിക്കാനുള്ളൊരു മാർഗം തൻ്റെ മുന്നിലില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിട്ടാണ് സുമിത്ര കരയുന്നത്. അങ്ങനെ സുമിത്ര കരഞ്ഞ് ആടി തളർന്നങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇതേ നമ്മുടെ പൂജ വന്നിട്ട് അമ്മയെ സമാധാനിപ്പിക്കുക, അമ്മ കരയരുതെന്നും പറഞ്ഞുകൊണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ അമ്മേ, അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ എന്നെക്കൊണ്ടും കഴിയുന്നതല്ലെന്നൊക്കെ പറഞ്ഞ് പൂജ ഇങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ പൂജയ്ക്ക് സുമിത്ര വാക്ക് കൊടുക്കുകയാണ്, അവനെ കൊണ്ട് ഒരു ശല്യവും എൻ്റെ മോൾക്കുണ്ടാകാതെ ഈ അമ്മ കാത്തു രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ സുമിത്രയും പൂജയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് സുമിത്ര ഇങ്ങനെ ഇരിക്കുമ്പോൾ സുമിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരിക കേട്ടോ. അപ്പോൾ സ്വരമോൾക്ക് എങ്ങനെയോ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരുടെ ഫോണ്. അപ്പോഴേക്കും സന്ധ്യാൻ്റിയെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പാവം ഫോൺ എടുക്കുന്നത്, സന്ധ്യാൻ്റിയോട് വരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഫോൺ എടുത്തിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ സുമിത്രയുടെ ഫോണിലേക്ക് കോള് ചെല്ലുന്നത്. സന്ധ്യാൻ്റി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത്
കൊച്ചിങ്ങനെ നീട്ടി വിളിക്കുക. അപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ സന്ധ്യാൻ്റിയോ ഇതാരേ വിളിക്കുന്നത്? അപ്പോൾ ഈ മധുരമായ ശബ്ദം, ഒരു കുഞ്ഞിൻ്റെ ശബ്ദം ഇത് കേട്ടപ്പോൾ സുമിത്രയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമൊക്കെ തോന്നി. അപ്പോൾ സന്ധ്യാൻ്റിയോ, മോൾ ആരെയാ വിളിച്ചതെന്നൊക്കെ സുമിത്ര ഇങ്ങനെ കൊച്ചിനോട് ചോദിക്കുവാണേ. അപ്പോൾ കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ച് സന്ധ്യാൻ്റി അല്ലേ ഇത്, എൻ്റെ സന്ധ്യാൻ്റി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സന്ധ്യാൻ്റിയോ, ഇത് മോളുടെ സന്ധ്യാൻ്റി അല്ലല്ലോ എന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറഞ്ഞു. ആണോ എന്നൊക്കെ ചോദിച്ച് ഈ കൊച്ചിങ്ങനെ ചോദിക്കുമ്പോൾ സുമിത്രയും അതിനുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ പറയുക. അങ്ങനെ എന്തായാലും അച്ചമ്മയും കൊച്ചുമോളും പരസ്പരം അങ്ങും ഇങ്ങും അറിഞ്ഞു കഴിഞ്ഞു. അവർ ആണെന്ന് അറിഞ്ഞില്ല, പക്ഷേ എന്നാലും ഇവർ തമ്മിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു പക്ഷേ സുമിത്രയുമായുള്ള സംസാരങ്ങളെല്ലാം കഴിയുമ്പോൾ കുഞ്ഞിന് സുമിത്രയോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ സുമിത്രയുടേതായ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ കുഞ്ഞിന് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. അതിനുശേഷം സന്ധ്യ പോയതിന് ശേഷം ആ കുഞ്ഞിന് കുറച്ചെങ്കിലും ആശ്വാസമേകാൻ ഒരു പക്ഷേ നമ്മുടെ സുമിത്രയ്ക്ക് കഴിഞ്ഞേക്കും. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്